എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് ഗ്രൂപ്പ് എ GA MAT 101 CS IT ബ്രാഞ്ചിലെ കുട്ടികൾ പഠിക്കുന്ന KTU എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2024 സ്കീമിൽ S1 കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലിമിറ്റിൽ 20 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എല്ലാം തന്നെ പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങളാണ്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റിന് ശേഷം സിലബസിൽ പറയുന്ന ടോപ്പിക്കായിട്ടുള്ള കണ്ടിന്യൂറ്റി എന്നുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പം എന്താണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലിമിറ്റിൻ്റെ മലയാളം വാക്ക് എന്താണ്? പരിധി എന്നാണ്. പരിധി അല്ലേ? ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ഉള്ള പരിധി ഇത്രയുമാണ് എന്ന് കാണിക്കുന്ന ഒന്നാണ് ലിമിറ്റ്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം വാക്ക് തുടർച്ച എന്നാണ്. തുടർച്ച അല്ലേ? ഒരു ഫംഗ്ഷൻ തുടർന്ന് പോകുന്നു, അതിൻ്റെ ഡൊമൈനിൽ അത് തുടരുന്നു. അതായത് ഫംഗ്ഷൻ ഒരു സ്പ്ലിറ്റോ ബ്രേക്കോ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്, പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദെയർ ഡൊമൈൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? പിന്നെ കോമ്പോസിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ നിങ്ങൾ +2 നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അവിടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആ ഫംഗ്ഷൻ തുടർച്ചയുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പേനയിൽ നിന്ന് കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റണം. പേനയിൽ നിന്ന് കൈയെടുക്കാണ്ട് വരയ്ക്കാൻ പറ്റണം. അതായത് ഇപ്പോൾ ഇതൊരു ഗ്രാഫ് f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതാണെന്ന് വെച്ചോളൂ. ഇത് തീർച്ചയായിട്ടും നമുക്ക് ഗ്രാഫ് നോക്കി പറയാം ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് അത് ഡിസ്കണ്ടിന്യൂസ് ആവുക? ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വേണമെങ്കിൽ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവാം. ഇപ്പോൾ 1 എന്നുള്ള ഒരു പോയിന്റിൽ ആ ഫംഗ്ഷൻ മേ ബി അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടാവാം. അപ്പോൾ ആ പോയിന്റിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാം. അപ്പോൾ അതിനെ പോയിന്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയും. പിന്നെ ഒരു ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ചിലപ്പോൾ ഫംഗ്ഷൻസിന് ഉണ്ടാവാം. ഇവിടുന്ന് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിൽ ഒരു ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ടൈപ്പ് വരുന്ന ഫംഗ്ഷൻസ് ഉണ്ടാവാം. പിന്നെ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ധാരാളം ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ആ ഫംഗ്ഷൻ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കുക. അതാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, രണ്ടാമത് നോക്കേണ്ടത് ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് രണ്ടാമത് നോക്കേണ്ടത്. മൂന്നാമത് നോക്കേണ്ടത് ആ ലിമിറ്റിംഗ് വാല്യൂവും രണ്ടാമത്തെ പോയിന്റിൽ നമുക്ക് കിട്ടിയ ആ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്, അല്ലെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷന്റെ ആക്ച്വൽ വാല്യൂ സെയിം ആണോ എന്നും നോക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. ഇതാണ് നമ്മൾ ബേസിക്കലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു പേനയിൽ നിന്ന് കൈയെടുക്കാണ്ട് വരയ്ക്കുക. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് 90s കിഡ്സ് ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് ഇങ്ങനൊരു വീട് പോലൊരു സംഭവമൊക്കെ വരച്ചിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനൊരു സാധനം പേനയിൽ നിന്ന് കൈയെടുക്കാണ്ട് വരയ്ക്കാൻ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലരും ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ടാവും. ഒരുപാട് രീതിയിൽ ഇത് വരയ്ക്കാം. ഞാനൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുക. ഇങ്ങനെ വരിക, ഇങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് പിന്നെ തിരിച്ച് ഡയഗണലായിട്ട് വന്ന് മുകളിലേക്ക് കയറി തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പേനയിൽ നിന്ന് കൈയൊക്കെ എടുക്കാണ്ട് നമുക്ക് ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞതേ ഉള്ളൂ. ഓർമ്മ വന്നപ്പോൾ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പേനയിൽ നിന്ന് കൈ എടുക്കാണ്ട് വരയ്ക്കാന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഇതാണല്ലോ. യെസ്, അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ പൂർണ്ണമായിട്ട് നമുക്ക് കൈ എടുക്കാണ്ട് വരയ്ക്കാൻ പറ്റണം. ഞാനിപ്പം ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കാണിച്ചപ്പോൾ ഒരു ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി, ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി, പോയിന്റ് ഡിസ്കണ്ടിന്യൂറ്റി, അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരു ബ്രേക്ക്, ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഉണ്ടാവുന്നുണ്ട്. ശരിയല്ലേ? തുടർച്ചയാണ് അല്ലെങ്കിൽ തുടർന്നു പോകുന്ന ഒന്നാണ്, കണ്ടിന്യൂസ് ആയ ഒന്നാണ്. ഫംഗ്ഷൻ്റെ സ്വഭാവം മാറുന്നില്ല അല്ലേ? സ്വഭാവം മാറാത്ത ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. മെയിൻ ഡെഫിനേഷനിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് സംഭവം എന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോളൂ. എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ വിത്തൗട്ട് പിക്കിംഗ് അപ്പ് ദ പെൻസിൽ. പെൻസിലിൽ നിന്ന് കൈയെടുക്കാണ്ട് വരയ്ക്കാൻ പറ്റണം.
A function is said to be continuous in a given interval if there is no break in the graph of the function in the entire interval range. Throughout ആ interval rangeൽ ഇപ്പം സൈനസോയിഡൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ദർ ഡൊമൈൻ, അതിൻ്റെ ഇൻ്റർവൽ റേഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിന് പുറത്തൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാം, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായും കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പോലും ഉണ്ടാവരുത്. ഇനി ചിലത് അതിൻ്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആയാൽ മതി. ഇപ്പം നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഗ്രാഫിക്കലായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഒരു ഡൊമൈൻ ഫിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്, അതിനകത്ത് കണ്ടിന്യൂസ് ആയാൽ മതി, അതിന് പുറത്തോട്ട് പോയ പ്രശ്നമില്ല. ഓക്കെ. A function is said to be continuous in a given interval if there is no break in the graph of the function in the entire interval range. ആ entire interval rangeൽ എന്തുണ്ടാവരുത്? ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷന് ഒരു ബ്രേക്ക് ഉണ്ടാവരുത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ. ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം, ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ആൻഡ് തേർഡ് പോയിന്റ് എന്താണ്? ആ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്, അഥവാ ആ പോയിന്റിൽ ആ ഫംഗ്ഷന്റെ ആക്ച്വൽ വാല്യൂവും ആ പോയിന്റിൽ ആ ഫംഗ്ഷന്റെ ലിമിറ്റിംഗ് വാല്യൂവും രണ്ടും തുല്യമാവുകയും സെയിം ആവുകയും വേണം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സും എഫ് ഓഫ് എയും സെയിം ആവുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ പൂർണ്ണമായും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ആ പോയിന്റിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നോക്കാം. ഈ 3 പോയിന്റുകൾ കറക്റ്റായിട്ട് പഠിക്കുക. ഇതാണ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോണം. ഇവിടെ തൊട്ട് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ഒന്ന്, എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം നമുക്ക് എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് ചോദ്യം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1/x-1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് 1 നോക്കും. എഫ് ഓഫ് 1 എന്താണ്? 1/1-1, 1/0. ഇത് ഡിഫൈൻഡ് ആണോ? അല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ഫെയിൽ ആയില്ലേ? അപ്പോൾ തന്നെ ആ ഫംഗ്ഷൻ ഒരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആ പോയിന്റിൽ ഒരു സ്പ്ലിറ്റ് ഒക്കെ വരുന്നുണ്ടാവാം മേ ബി. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമ്മൾ നോക്കി അത് സെയിം ആണെന്ന് ഉറപ്പ് വരുത്തണം. എങ്കിലാണ് നമുക്ക് ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുക. മൂന്നാമത്തെ പോയിന്റ്, ആദ്യം കണ്ടുപിടിച്ച എഫ് ഓഫ് എയും രണ്ടാമത് കണ്ടുപിടിച്ച ലിമിറ്റും തമ്മിൽ സെയിം ആയിരിക്കണം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്താവണം? എഫ് ഓഫ് എ ആവണം. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റും സെയിം ആവണം, ആക്ച്വൽ വാല്യൂ. മറ്റേത് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, അതും ആക്ച്വൽ വാല്യൂവും തമ്മിൽ സെയിം ആവുകയാണെങ്കിൽ, കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ധാരാളം പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. റിപ്പീറ്റഡ് ആയിട്ട് വന്നു എന്ന് ഉദ്ദേശിക്കുന്നത് 2015 സ്കീമാർക്കും 14 സ്കീമാർക്കും 2015 സ്കീമാർക്കും 2019 സ്കീമാരുടെയും കാര്യമാണ് പറയുന്നത്. നിങ്ങൾ 24 സ്കീമാരാണല്ലോ. നോക്കണേ. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു sin x by x if x not equal to 0 and 1 if x equal to 0. if x ഉണ്ട് കേട്ടോ, x ഉണ്ട്, x equal to 0. അറ്റ് x equal to 0യിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. നോക്കാം. അപ്പം കണ്ടിന്യൂസ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 0യിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ എഫ് ഓഫ് 0 കിട്ടുന്നുണ്ടോ നോക്കുക. ഡെഫിനിഷനിൽ തന്നെ എടുക്കാമല്ലോ. എക്സിന് 0 ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് ആണ് എഫ് ഓഫ് 0. എന്താണ്? 1 ആണ് ആൻസർ. എഫ് ഓഫ് 0 1 ആണ്. ദെർഫോർ എഫ് ഓഫ് 0 ഈസ് എന്താണെന്ന് പറയാം? ഡിഫൈൻഡ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഓക്കെ ആണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ആവണം അല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് നോക്കുക. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് 0യിലേക്ക് അടുക്കുന്നു, എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, എക്സ് 0ന് ഈക്വൽ ആയിട്ടില്ലെങ്കിൽ നോട്ട് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽ ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ഫംഗ്ഷനിൽ നിന്ന് കിട്ടും. ആരാണ്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആണ്. ഇതൊരു റിസൾട്ട് അല്ലേ? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറയുന്ന ആളാരാണ്? 1 ആണ്. ശരിയല്ലേ? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ അത് എക്സിസ്റ്റ് ആയി അല്ലേ? രണ്ടാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താണെന്ന് പറയാം? എക്സിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്?
മുകളിൽ കിട്ടിയ രണ്ട് ആൻസേഴ്സും സെയിം ആയിരിക്കണം അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. എഫ് ഓഫ് 0 എന്ന് പറയുന്നതും 1 ആണ്. ദെയർഫോർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് പറയാം അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് 0 ആയതുകൊണ്ട് ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു. ക്ലിയർ ആണല്ലോ. ഇനി തീർച്ചയായിട്ടും ടെക്സ്റ്റിൽ ഗ്രാഫിക്കലായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഗ്രാഫ് തന്നിട്ട് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ടെക്സ്റ്റിൽ അതേപോലെ ഞാൻ എടുത്തിരിക്കുകയാണ്. കണ്ടിന്യൂറ്റി ഫ്രം ഗ്രാഫ് എന്ന ഹെഡിങ്ങിൽ തോമസ് കാൽക്കുലസ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. എക്സസൈസ് 1 to 4 സേ വെദർ ദ ഫംഗ്ഷൻ ഗ്രാഫ്ഡ് ഈസ് കണ്ടിന്യൂസ് ഓൺ -1 to 3. അപ്പം -1 മുതൽ 3 വരെയുള്ള കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അതിന് പുറത്തോട്ട് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. ഇഫ് നോട്ട് കണ്ടിന്യൂസ് അല്ലെങ്കിൽ വേർ ഡസ് ഇറ്റ് ഫെയിൽ ടു ബി കണ്ടിന്യൂസ് ആൻഡ് വൈ? എന്തുകൊണ്ട് അത് കണ്ടിന്യൂസ് അല്ല, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഗ്രാഫായിട്ട് എടുത്ത് നോക്കാം. അതിലെ ആദ്യത്തെ ഗ്രാഫ് നോക്കിയോളൂ. ഇതാണ് ഫസ്റ്റ് വൺ. ഇത് കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണെങ്കിൽ യെസ്. കണ്ടിന്യൂസ് അല്ലെങ്കിൽ നോ, ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് എന്ന് എഴുതി വെക്കുക. ഡിസ്കണ്ടിന്യൂസ് എന്ന് എഴുതിയാൽ എന്തുകൊണ്ട് ഡിസ്കണ്ടിന്യൂസ് ആവുന്നു എന്നതും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം യെസ് ഓർ നോ എന്ന് എഴുതുന്നതിന് അരമാർഗും എന്തുകൊണ്ട് എഴുതുന്നതിന് അരമാർഗും. അപ്പോൾ അങ്ങനെ ഒരു മാർഗിനാണ് ഇത് സാധ്യതയുള്ളത്. പക്ഷെ 2-3 ചോദ്യങ്ങൾ ഉണ്ടാവാം. അതിലെ പ്രതീക്ഷിക്കാവുന്ന, അതായത് 2 വരിയുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് എഴുതി അയ്യേ അരമാർഗ്ഗമേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു 2 വരി എഴുതുന്നത്, 2 വരിയില്ല, 2 വാക്ക് എഴുതുന്നതിനാണ് അരമാർഗ്ഗം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു റൗണ്ട് കണ്ടോ? റൗണ്ട് അത് കറുപ്പിച്ചിട്ടില്ല അല്ലേ? അത് കറുപ്പിച്ചിട്ടില്ല, ശരിയാണല്ലോ. അതിൻ്റെ മീനിങ് നിങ്ങൾ ചില സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചില സ്കൂളെന്ന് പറയാൻ കാരണം നമ്മുടെ +1 നമുക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചാപ്റ്ററിൻ്റെ പേര്? ലീനിയർ ഇനിക്വാളിറ്റീസ് അല്ലേ? ലീനിയർ ഇനിക്വാളിറ്റീസ് പഠിച്ചപ്പോൾ നമുക്ക് ഇനിക്വാളിറ്റി സോൾവ് ചെയ്തതിന് ശേഷം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സോൾവ്ഡ് ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ 1 ആണ് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ 1 ഇങ്ങനെ റൗണ്ട് ചെയ്യും. എന്നിട്ട് ഇത് ചില സ്കൂളുകളിലെ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ, കാരണം ഇത് ഡിലീറ്റഡ് ടോപ്പിക് ആയിരുന്നു. സൊല്യൂഷൻ വരെ സിലബസിൽ പറയുന്നുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലർ ഇത് ഒഴിവാക്കിയിട്ടുണ്ടാവും. എങ്കിലും ചില ടീച്ചേഴ്സ് ഇത് പഠിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, നോക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഗ്രാഫ് ചെയ്യുന്നത് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കറുപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം വരയ്ക്കുമായിരുന്നു അല്ലേ? -∞, ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പം നമ്മൾ എന്തുകൊണ്ടായിരുന്നു ഈ ഒരു റൗണ്ട് കറുപ്പിക്കാതിരുന്നത് അല്ലെങ്കിൽ ഡാർക്കൺ ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? 1 എക്സ്ക്ലൂഡിങ് ആണ്, അല്ലെങ്കിൽ 1ൽ വാല്യൂ ഇല്ല, 1ൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതും കൂടെ 1ഉം കൂടെ അങ്ങ് ഷെയ്ഡ് ചെയ്തേനെ. ഓക്കെ അല്ലേ? ഇത് ചിലർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫൈൻഡ് അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ റൗണ്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ഞാൻ റൗണ്ട് കാണാം, അതായത് -1ൻ്റെ അവിടെയും 3യുടെ അവിടെയും കാണാം, പക്ഷെ അത് കറുപ്പിച്ചിട്ടുണ്ട്. അപ്പം -1ലും 3ലും ഒക്കെ വാല്യൂ ഡിഫൈൻഡ് ആണ്. -1ലും 3ലും ഒക്കെ വാല്യൂ ഡിഫൈൻഡ് ആണ്. ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ഏതാണ്? 2ലാണ്. 2ൽ എന്തല്ല? എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് അല്ല. അപ്പം നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഫംഗ്ഷൻ പൂർണ്ണമായിട്ട് കണ്ടിന്യൂസ്, -1 മുതൽ 3 വരെ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ -1 മുതൽ 3 വരെയുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ശരിയല്ലേ? നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിക്കേ, എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പം -1 മുതൽ 3 വരെ ഞാൻ ഏത് എ വാല്യൂ എടുത്താലും എനിക്ക് ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. പക്ഷെ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ? ഡിഫൈൻഡ് അല്ല. 2ൽ ഉത്തരവില്ല അല്ലേ?
അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫംഗ്ഷനാണ്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതിൻ്റെ കാരണം എന്താണ് മോനെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ബിക്കോസ് അതിൻ്റെ കാരണം എന്താണ്? എഫ് ഓഫ് ടു ഈസ് നോട്ട് ഡിഫൈൻഡ്. എഫ് ഓഫ് ടു എന്തല്ല? ഡിഫൈൻഡ് അല്ല. എഫ് ഓഫ് ടു ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇത്ര എഴുതി വെച്ചാൽ മതി. 1 മാർക്കാണ്. ഡിസ്കണ്ടിന്യൂസ് എഴുതുന്നതിന് 1/2 മാർക്ക്, എഫ് ഓഫ് ടു നോട്ട് ഡിഫൈൻഡ് എന്നെഴുതുന്ന റീസൺ എഴുതുന്നതിന് 1/2 മാർക്ക്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അവിടെ ഫെയിൽ ആവുകയാണേ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. നോക്കാം. പ്രഥമ ദൃഷ്ടിയ നമുക്ക് -1 തൊട്ട് ഇങ്ങനെ നോക്കി വരുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് ഇങ്ങനെ പോവുകയാണ്. 3 വന്നപ്പോൾ ഒരു റൗണ്ട്. പക്ഷേ ആ റൗണ്ട് കണ്ടുകൊണ്ട് എഫ് ഓഫ് 3 ഡിഫൈൻഡ് അല്ല എന്ന് എഴുതരുത്. മണ്ടയ്ക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, മണ്ടയ്ക്ക് വേണ്ട എഫ് ഓഫ് 3 ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ റൗണ്ട് വരച്ച് അവർ കറുപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് 3 ഡിഫൈൻഡാ. ഫസ്റ്റ് കണ്ടീഷൻ ഫെയിൽ ആവുന്നില്ല. ലിമിറ്റിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ഫെയിൽ ആവുന്നില്ല. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് 3 ഡിഫൈൻഡ് ആയിരിക്കണം. എഫ് ഓഫ് 3യുടെ വാല്യൂ എത്രയാണ് വരിക? ഇവിടെ നിങ്ങളുടെ വൈ വാല്യൂ എടുത്ത് നോക്കിക്കേ. ഇതിങ്ങനെ വരച്ച് നോക്കുക. അപ്പോൾ എഫ് ഓഫ് 3 നമുക്ക് ഏകദേശം ഒരു 1നും 2നും ഇടയ്ക്ക് ഒരു 1.4 വല്ലതും എടുക്കാം. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ മതി, ശരിക്കുള്ള വാല്യൂ വേണമെന്നില്ല. ഞാനൊരു 1.4 എടുക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തത് എന്തായിരിക്കണം? 3ലാണല്ലോ പ്രശ്നമുള്ള പോയിന്റ്. അവിടെ നിങ്ങൾ റൗണ്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം തോന്നുന്ന പോയിന്റ് 3 ആണ്. 3 മാത്രം ചെക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള പോയിന്റ് ഒറ്റ പോയിന്റിൽ പ്രശ്നമില്ല, അല്ലേ? നല്ല സ്മൂത്ത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഗ്രാഫാണ്. 3 വരുമ്പോൾ ഒരു റൗണ്ട് ഒക്കെ കാണുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 അതായത് ഈ ലെഫ്റ്റിൽ നിന്ന് 3ലേക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് വൈ വാല്യൂസ് ഉള്ളത്, അവിടെ വാല്യൂസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 - എഫ് ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കുറയുമ്പോൾ, കുറഞ്ഞ വാല്യൂവിൽ നിന്ന് കൂടി 3ലേക്ക് വരുമ്പോൾ ആ ലിമിറ്റിംഗ് വാല്യൂ സെയിം ആവണമല്ലോ. ഓക്കെ, അതായത് എക്സ് 3ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈ വാല്യൂസ് ഏകദേശം 1നോട് അടുപ്പിച്ച്, അല്ലേ? 1നോട് അടുപ്പിച്ചാണ് നമുക്ക് കിട്ടുക. 3ലേക്ക് വരുമ്പോഴാണ് നമുക്ക് 1ലേക്ക് കയറുക. 1നോട് അടുപ്പിച്ചുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ശരിയല്ലേ? ദാറ്റ്സ് ടെൻഡിങ് ടു 1 ആയതുകൊണ്ട് ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 - എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്, അല്ലേ? എക്സ് 3ലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് 1ലേക്ക് അടുക്കുന്നു. ദാറ്റ് ലിമിറ്റിംഗ് വാല്യൂ ഇസ് 1. ക്ലിയർ ആണല്ലോ? ആക്ച്വൽ വാല്യൂ അല്ല, ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സെയിം ആണോ? ഇപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? ലിമിറ്റിംഗ് വാല്യൂവും ആക്ച്വൽ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ പർട്ടിക്കുലർ പോയിന്റും എന്തല്ല? സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്, അല്ലേ? എഫ് ഓഫ് എക്സ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. റീസൺ എന്താണ്? ലിമിറ്റിംഗ് വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്, അല്ലെ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് 3 എന്ന് പറയുന്നതും ഈക്വൽ അല്ല. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ മതി അതിൻ്റെ മാർക്ക് കിട്ടാൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അല്ലേ? സദ്ഗുണ സമ്പന്ന പുരുഷോത്തമനായിട്ടുള്ള ഒരു ഗ്രാഫാണ്. പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ശരിയാണല്ലോ? -1 ഡിഫൈൻഡ് ആണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ബ്രേക്കോ സ്പ്ലിറ്റോ ഒന്നുമില്ല, നല്ല തുടർച്ചയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ 3യിൽ വരെ ഡിഫൈൻഡാണ്. ശരിയല്ലേ? പേനയിൽ നിന്ന് കൈയെടുക്കാണ്ട് ഇത് വരയ്ക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ലെങ്കിൽ എന്ത് മാത്രം എഴുതിയാൽ മതി? സന്തോഷം. നമുക്ക് ഒറ്റ വാക്കി ഒരു മാർഗ കണ്ടിന്യൂസ് എന്ന് മാത്രം എഴുതിയാൽ മതി. കണ്ടിന്യൂസ് അല്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടിന്യൂസ് അല്ലാത്തതിൻ്റെ കാരണം നമ്മൾ കാണിച്ചാൽ മതി. കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ മതി. സന്തോഷമായി, അല്ലേ? സോ ഇതെന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയോളൂ. നാലാമത്തെ ചോദ്യം ശ്രദ്ധിച്ചിരിക്കണേ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. നോക്കുക. അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്ന പോയിന്റ് എന്താണ്? -1 മുതൽ 1 വരെ. പിന്നെ ഈ 1 തൊട്ടും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എങ്കിൽ പോലും നമുക്കത് തെളിയിച്ച് കാണിക്കണമല്ലോ. ഇവിടെ നിങ്ങൾ നോക്കുക.
ഈ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സിൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ കെ ഓഫ് എക്സ് ആണല്ലേ. ഇവിടെ നമ്മൾ ജി ഓഫ് എക്സ് ആയിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ജി എന്ന് കൊടുക്കുന്നതാണ് നല്ലതായിട്ട്. ജി എന്ന് തന്നെ കൊടുക്കുക. ഞാനൊന്ന് തിരുത്തുന്നുണ്ട്, ഇവിടെ ജി ഓഫ് എക്സ് ആക്കുന്നുണ്ട്. ജി ഓഫ് 3 ആണ് 1.4. ജി ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ജി ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് 3. ഇങ്ങനെ എഴുതണേ, 3 മൈനസ് ജി ഓഫ് എക്സ് ഈസ് 1. കാരണം നമ്മുടെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ആയിരുന്നല്ലോ. അതൊന്ന് തിരുത്തിക്കോണേ കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എനിക്ക് കെ ഓഫ് എക്സ് കണ്ടപ്പോഴാണ് എനിക്കത് പെട്ടെന്ന് കണക്റ്റ് ആയത്. നോക്കാം. ഇവിടെ നമ്മൾ നോക്കേണ്ട ചെക്ക് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. 1ലാണ് നമുക്കൊരു പ്രശ്നം കാണുന്നത്. അപ്പോൾ 1 ചെക്ക് ചെയ്യാൻ നോക്കാം. 1 ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. അറ്റ് എക്സ് ഈക്വൽ ടു 1, അറ്റ് എക്സ് ഈക്വൽ ടു 1, കെ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? കെ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? കെ ഓഫ് 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുമ്പോൾ, അതായത് എക്സ് ഈക്വൽ ടു 1ൽ കെ ഓഫ് 1 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണല്ലോ. ആ പോയിന്റിന്റെ ആൻസർ ഇപ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അവിടുത്തെ വൈ കോർഡിനേറ്റ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ കെ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ശരിയാണല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 കെ ഓഫ് എക്സും കൂടെ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 കെ ഓഫ് എക്സ് നോക്കുക. അത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ബാക്കി പരിപാടി നോക്കിയാൽ പോരെ. അപ്പോൾ 1ൽ നമ്മൾ രണ്ടും നോക്കുക, ലെഫ്റ്റ് ലിമിറ്റ് നോക്കുക, റൈറ്റ് ലിമിറ്റ് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് കെ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സിന്റെ വാല്യൂ 1നേക്കാൾ കുറയുമ്പോഴുള്ള കെ ഓഫ് എക്സ്. അതായത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കെ ഓഫ് എക്സ്. അവിടെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കെ ഓഫ് എക്സ് ആരാണ്? മുകളിലാണ് അല്ലേ. മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റിംഗ് വാല്യൂ ഏകദേശം ഒരു ഇവിടെ എടുക്കാം, നമുക്ക് 1.5 ആയിട്ട് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് കെ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 1.5 ആണ്. 1.5ന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ത് തന്നെയാണ്? 1.5 തന്നെയാണ്. ഓക്കെ, ഒരു ഏകദേശ വില നമ്മൾ എടുത്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് കെ ഓഫ് എക്സ്, അതായത് എക്സിന്റെ വാല്യൂ 1നേക്കാൾ കൂടുമ്പോൾ, അതായത് കൂടിയ വാല്യൂ നിന്ന് കുറഞ്ഞ് 1ലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ കെ ഓഫ് എക്സ് എന്ത് തന്നെയാണ് കിട്ടുക? കെ ഓഫ് എക്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 0 തന്നെയാണ് കിട്ടുക. ശരിയല്ലേ? ഈ പോയിന്റ് തന്നെയല്ലേ നമുക്ക് കിട്ടുക. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് കെ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്കിത് സെയിം ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ തന്നെ ഫെയിലായി. ഇവിടെ 0യും 1.5ഉം മാത്രം മതി നമുക്കിത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ. ശരിയല്ലേ? കെ ഓഫ് എക്സ് ഈസ് എന്താണ്? കെ ഓഫ് എക്സ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കെ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതിന്റെ കാരണം നമുക്ക് കെ ഓഫ് 1ഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് കെ ഓഫ് എക്സും ഈക്വൽ അല്ല എന്നത് മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് കെ ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു കെ ഓഫ് 1 എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ആ ഡിസ്കണ്ടിന്യൂറ്റിയുടെ കാരണം. 4 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം തന്നിട്ട് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ടെക്സ്റ്റിൽ 12 ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 12 എണ്ണവും നമ്മൾ ചെയ്യും. ഇവിടെ 4 സെറ്റ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സെറ്റ് ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. റെഫർ ടു ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 1. ഒരു പരാബോളിക് ഫംഗ്ഷൻ ആണ്. -1 മുതൽ 0 വരെ. ഞാൻ ലേസർ പോയിന്റർ വെച്ച് കാണിച്ചു തരാം. ഈ -1 മുതൽ 0 വരെ നമുക്ക് ഒരു പരാബോളിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി 0 മുതൽ 1 വരെ നമുക്കൊരു 2x എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. y ഈക്വൽ ടു mx ഇസ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ എന്നറിയാലോ. ഇപ്പോൾ 0 മുതൽ ഇങ്ങനെ 2x എന്ന് പറയും. 0 മുതൽ 1 വരെ ഒരു സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്. ഇനി എക്സ് ഈക്വൽ ടു 1ൽ 1 ആണ് ഫംഗ്ഷൻ. അതായത് 1ൽ ഒരു പോയിന്റ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് 1 ആണ്. ഓക്കെ, അതായത് എക്സ് ഇൻപുട്ട് ആണ്, 1 ഔട്ട്പുട്ട് ആണ്. അതായത് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, വൈ കോർഡിനേറ്റ് ആണ് ഔട്ട്പുട്ട് കിട്ടുക. ഒരു ഗ്രാഫിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കും. സി എഫ് ഓഫ് സി എന്നുള്ള രീതിയിലായിരിക്കും പോയിന്റ് ജനറലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 1 അതായത് എഫ് ഓഫ് എക്സിന് 1 കൊടുത്താൽ കിട്ടുന്ന വൈ വാല്യൂ അതാണ് 1. എക്സ് എഫ് ഓഫ് എക്സ് എന്നാണ് പോയിന്റ് ജനറലി വരിക. അപ്പോൾ വൈ വാല്യൂ എന്താണ്? 1. അപ്പോൾ അതിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പോയിന്റ് ആരും ശ്രദ്ധിക്കാണ്ട് പോകരുത്. ഇപ്പോൾ എഫ് ഓഫ് 1ലാണ് കണ്ട് ഇവിടെ ഒരു വോയിഡ്, ഇവിടെ ഒരു വേക്കൻ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു റൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിന്റെ വാല്യൂ താഴെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണേ.
അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഫെയിൽ ആവില്ല. എഫ് ഓഫ് വണ്ണ് നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. എഫ് ഓഫ് വണ്ണ് ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. 1 മൈനസ് 1 പ്ലസ് ഒക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി 1 മുതൽ 2 വരെ, 1 മുതൽ 2 വരെ y ഈക്വൽ ടു -2x + 4 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. പിന്നെ 2 മുതൽ 3 വരെ 0 ആണ് അല്ലെ. 2 മുതൽ 3 വരെ ഏത് വാല്യൂ കൊടുത്താലും, അവിടെ 2ഉം 3യും ഇൻക്ലൂഡിംഗ് അല്ല, അതിനിടയിലുള്ള ഏത് വാല്യൂ കൊടുത്താലും എനിക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 0 ആണ് അല്ലെ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ y കോർഡിനേറ്റ് നമുക്ക് അവിടെ 0 എന്നാണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ 0 ആണ് y കോർഡിനേറ്റ് വരിക. ക്ലിയർ അല്ലേ? കാരണം എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ y കോർഡിനേറ്റ് 0 ആണെന്ന് അറിയാമല്ലോ. ഇത് പ്ലോട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി എക്സാമിന് ഈ ഫംഗ്ഷൻ ഇങ്ങനെ തരണം നിർബന്ധമില്ല, ഗ്രാഫ് മാത്രം തന്നാലും മതി. ഓക്കെ അല്ലേ? യെസ്. ഇനി ഫംഗ്ഷൻ തന്നിട്ട് ഗ്രാഫ് വരച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക ചിലപ്പോൾ. അപ്പോൾ ഫംഗ്ഷൻ മാത്രം തന്നിട്ട് ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മേ ബി ചോദിക്കാം. അപ്പോൾ ഒരു റഫ് സ്കെച്ച് വരയ്ക്കാനായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇതേപോലെ തന്നെ വരച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടോ, ടെക്സ്റ്റിലുള്ളത് തന്നെ ചോദിക്കാനാണ് സാധ്യത. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ആൻസർ ചെയ്യാം. നോക്കിക്കേ, -1 നമുക്ക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നോക്കിയിട്ട് പറയാം. -1ൽ കറുപ്പിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ അത് എക്സിസ്റ്റ് ആണ്, ശരിയാണല്ലോ. -1ൽ കിട്ടുന്ന വാല്യൂ 0യുമാണ്. ഇവിടെ x ഈക്വൽ ടു -1 നമുക്ക് വേണ്ട ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ നിന്ന് ഒബ്സർവ് ചെയ്യാമല്ലോ. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ. ഇവിടെ ഈക്വൽ ടു കണ്ടീഷൻ മാത്രം എടുത്താൽ x ഈക്വൽ ടു -1 നമുക്ക് ഈ ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിച്ചൂടെ. അപ്പം എ പാർട്ടിന്റെ ആൻസർ ആദ്യം നിങ്ങൾ യെസ് എന്നാണ് എഴുതേണ്ടത്. യെസ്, എഫ് ഓഫ് -1 എക്സിസ്റ്റ്, എഫ് ഓഫ് -1 എക്സിസ്റ്റ് എന്ന് എഴുതണം. എക്സിസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കൂടെ കണ്ടുപിടിച്ച് കൊടുക്കണം. എസ് എന്ന് എഴുതാൻ അരമാർഗ്ഗമേ ഉള്ളൂ. എഫ് ഓഫ് -1 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് -1 കൊടുക്കുക. എക്സ് ഈക്വൽ ടു -1, x² -1 ആണല്ലോ ഫംഗ്ഷൻ. എക്സിന് -1 കൊടുക്കുമ്പോൾ എന്താണ് വരിക? ഫംഗ്ഷനകത്ത് എക്സിന് -1 കൊടുക്കുമ്പോൾ എന്താണ് വരിക? -1ന്റെ സ്ക്വയർ -1. -1ന്റെ സ്ക്വയർ 1 ആണ്. 1 - 1 എന്താണ് വരിക? 0 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓക്കെ ആണ്. രണ്ടാമത്തെ പാർട്ട്, ഡസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആവുന്നുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 പ്ലസ്, അതായത് എക്സിന്റെ വാല്യൂ -1നേക്കാൾ കൂടുമ്പോൾ, അതായത് ഇങ്ങനെ വരണം അല്ലേ. അത് എക്സിസ്റ്റ് ആണോ എന്നാണ് ചോദ്യം. എക്സ്റ്റെൻസ് ടു -1 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ -1നേക്കാൾ കൂടുമ്പോൾ, എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്നുള്ളത് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക നമ്മുടെ ഡെഫിനിഷനകത്ത്. സോ അപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഞാൻ ഇവിടെ ഓൾറെഡി റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അത് തിരിച്ചിട്ടാൽ എന്താവും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. ഈക്വൽ ടു കണ്ടീഷൻ ഒഴിവാക്കിയാൽ എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്നുള്ളൊരു സാധനം നമുക്ക് ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. അതായത് എക്സിന്റെ വാല്യൂ -1നേക്കാൾ കൂടുന്നത് ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണെന്ന് നോക്കിക്കേ. x² -1 ആണ്, ശരിയല്ലേ? x² -1 ആണ്. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. എക്സിന് -1 കൊടുത്താൽ -1 സ്ക്വയർ -1, -1ന്റെ സ്ക്വയർ 1 ആണ്. 1 - 1 ആൻസർ എന്താവും? 0 ആവും. ശരിയാണല്ലോ? അപ്പം ഡസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആണ്. അതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ അതാണ് സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ. തേർഡ് പാർട്ട് നോക്കിയേ, സി പാർട്ട് നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് -1ഉം ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഈക്വൽ ആണോ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ് എക്സ് നമുക്ക് 0 കിട്ടി, എഫ് ഓഫ് -1ഉം 0 കിട്ടി. അപ്പം ഈക്വൽ ആണ്. യെസ് അല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -1 ആണ്. ഇനി നാലാമത്തെ പാർട്ടിൽ എഫ് -1ൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദ്യം. കണ്ടിന്യൂസ് ആണെങ്കിൽ ഉള്ള കണ്ടീഷൻസ് എല്ലാം അവിടെ ഓക്കെ ആണല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് -1 എക്സിസ്റ്റ് ആയിരിക്കണം. അത് ഓക്കെ ആണ്, എക്സിസ്റ്റ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആയിരിക്കണം. അത് എക്സിസ്റ്റ് ആണല്ലോ. ക്ലിയർ അല്ലേ? നമുക്ക് അത് എക്സിസ്റ്റ് ആയിട്ടാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ ആവുകയും വേണം. ഈക്വലും ആണല്ലോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് -1 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ടുള്ള വാല്യൂ 0 ആണ് അല്ലേ? ദെയർഫോർ എന്താണെന്ന് പറയാം? കണ്ടിന്യൂസ്
അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 ആണെന്ന് പറയാം. ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പം ഈ ചോദ്യം 4 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇതേ ഫംഗ്ഷൻ, ഇതേ ഗ്രാഫ് തന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാണ് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും റെഡിയാണ്. നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ഫസ്റ്റ് പാർട്ടിൽ ചോദിക്കുന്നത് f(1) എക്സിസ്റ്റ് ആണോ എന്നാണ് ചോദ്യം. യെസ്, f(1) ഇവിടെ നോക്കിയിട്ട് ഈ റൗണ്ട് കണ്ടിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഈ റൗണ്ട് കണ്ടിട്ട് എക്സിസ്റ്റ് അല്ല എന്ന് പറയരുത്, താഴെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, f(1) എക്സിസ്റ്റ് ആണോ എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ? എക്സിന് 1 കൊടുത്താൽ y വാല്യൂ 1 തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കിയിട്ട് പറയാം, എക്സ് ഈക്വൽ ടു 1 വാല്യൂ ഉണ്ടല്ലോ, 1 അല്ലേ ആൻസർ? f(1) എക്സിസ്റ്റ് അല്ലേ? ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നോക്കി പറയാമല്ലോ. യെസ്, അപ്പം f(1) എക്സിസ്റ്റ് ആണെന്ന് വെച്ചാൽ യെസ്, f(1) ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതി വെക്കാം. അവിടെ തന്നെ ഒരു മാർഗമായി. ഓക്കെ അല്ലേ? ബി പാർട്ട് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) എക്സിസ്റ്റ് ആണോ എന്നാണ് രണ്ടാമത്തെ പാർട്ടിൽ അവർ ചോദിക്കുന്നത്. ശരി, നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x). സോ ആദ്യമേ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 - f(x) നോക്കണം. അതിനുശേഷം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 + f(x) നോക്കണം. ലെഫ്റ്റ് ലിമിറ്റ് നോക്കണം, റൈറ്റ് ലിമിറ്റ് നോക്കണം. അത് ഈക്വൽ ആവുമ്പോഴാണ് നമുക്ക് ലിമിറ്റ് എന്താണെന്ന് പറയാൻ പറ്റുക, എക്സിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുക. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 - എക്സിന്റെ വാല്യൂ 1 കുറയുമ്പോൾ, ഇവിടെ നോക്കിയിട്ട് പറയാം 1 കുറയുമ്പോൾ, ഇപ്പോൾ ഇവിടെ നിങ്ങോട്ട് വരുന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് 2x എന്നുള്ള ആൻസർ ആണ് അല്ലെ? f(x) എന്ന് പറയുന്നത് 2x ആണ്. അത് ഗ്രാഫ് നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ ഡെഫിനിഷൻ നോക്കിയിട്ട് പറയാം. ഞാൻ ഇവിടെ കിടപ്പുണ്ട്, x<1 എന്നുള്ള കണ്ടീഷൻ ഞാനിപ്പോൾ റൗണ്ട് ചെയ്യുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(x) ഡെഫിനിഷൻ നോക്കിയിട്ട് പറയാം, അത് 2x ആണ്. ഇപ്പോൾ എക്സിന് 1 കൊടുത്താൽ 2 × 1 ആൻസർ എന്താണ് കിട്ടുക? 2 ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ്. റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 + f(x). എക്സിന്റെ വാല്യൂ 1 കൂടുമ്പോൾ, നിങ്ങൾക്കറിയാം 1 കൂടുമ്പോൾ ഇവിടെ നിങ്ങോട്ട് വരുന്ന രീതിയിലാണ്. അപ്പോൾ അവിടുത്തെ f(x) -2x + 4 ആണ്. ഗ്രാഫ് നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ താഴെ ഞാൻ ഡെഫിനിഷനിലും ഞാൻ റൗണ്ട് ചെയ്യുന്നുണ്ട്. 1 < x ഉണ്ട്, x ഇപ്പുറവും 1 ഇപ്പുറവും എഴുതിയാൽ x > 1 ആയി. ഇപ്പോൾ എക്സിന്റെ വാല്യൂ 1 കൂടുമ്പോൾ കറസ്പോണ്ടിങ് f(x) ആരാണ്? -2x + 4 ആണ് അല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 + f(x) എന്ന് പറയുന്നത് -2x + 4 ആണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താണ് വരിക? -2 × 1 + 4. സോ -2 + 4 വരും. 4ൽ നിന്ന് 2 കുറച്ച് 2 വരും. ശരിയല്ലേ? രണ്ട് ആൻസേഴ്സും സെയിം ആണല്ലോ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ആണെന്ന് പറയാം. ശരിയല്ലേ? ദെർഫോർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 - f(x) is equal to ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 + f(x) is equal to 2. ദെർഫോർ ലിമിറ്റ് എക്സിസ്റ്റ് ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a - f(x) ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a + f(x) സെയിം ആണെങ്കിൽ സെയിം ആയിട്ടുള്ള ആ വാല്യൂ തന്നെയായിരിക്കും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x) നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലെ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) 2 ആയിരിക്കും. അപ്പോൾ അത് എക്സിസ്റ്റ് ആണോ എന്നാണ് ചോദ്യം. യെസ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) is equal to എന്താണ്? 2 ആണ് ആൻസർ വരിക. അപ്പോൾ യെസ് എന്ന് എഴുതുന്ന കാര്യം മറന്നു പോരുത് കേട്ടോ. അപ്പം സി പാർട്ട് നോക്കാം നമുക്ക്. സി പാർട്ട്, ഡസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) equal to f(1). ലിമിറ്റ് f(1) നമുക്ക് 1 ആയിരുന്നു ആൻസർ അല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) എന്ന് പറയുന്നത് 2 ആൻസർ. സെയിം ആണോ? നോ, നോ എന്നാണ് എഴുതി വെക്കേണ്ടത്. സെയിം ആണോ? അല്ല. f(1) is equal to 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) എന്ന് പറയുന്നത് 2 ആണ്. സെയിം ആണോ? 1 not equal to 2. അതായത് f(1) is not equal to ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഈക്വൽ അല്ല. അപ്പോൾ സി പാർട്ട് ഓക്കെ ആയി. അടുത്ത ഡി പാർട്ട് നോക്കാം. f is continuous at x equal to 1. x equal to 1 കണ്ടിന്യൂസ് ആണോ? നോ. കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്ത് സെയിം ആവണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x)ഉം f(1)ഉം സെയിം ആവണം. സെയിം ആണോ? അല്ല. റീസൺ ഇത് മാത്രം എഴുതിയാൽ മതി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു f(1). ഈ ഒരൊറ്റ കണ്ടീഷൻ മതി, അത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ഫംഗ്ഷൻ, ഇതേ ഗ്രാഫ്, ചോദ്യം മാറുന്നു. അടുത്ത സെറ്റ് ചോദ്യങ്ങൾ. ചോദ്യം ഇതാണ്. ഈസ് എഫ് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ ഓഫ് എഫ് എന്നാണ് പറയുന്നത്. എക്സ് ഈക്വൽ ടു 2 ഡിഫൈൻഡ് ആണോ?
2-ൽ ഡിഫൈൻഡ് ആണോ നോക്കാം. ഡിഫൈൻഡ് ആണോ? 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഉത്തരം ഉണ്ടോ? ഇല്ല. 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഉത്തരം ഉണ്ടോ? ഇല്ല. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സാധനം നമുക്ക് ഗ്രാഫിൽ ഒരിടത്തും കാണാൻ സാധിക്കുന്നില്ല. ശരിയല്ലേ? ഗ്രാഫിലും കാണാൻ സാധിക്കുന്നില്ല, ഡെഫിനിഷനിലും കാണാൻ സാധിക്കുന്നില്ല. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. 1-ൽ നോട്ട് ഡിഫൈൻഡ് അല്ല, 1-ന്റെ വാല്യൂ താഴെ അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 2-ന്റെ മുകളിലോ താഴെ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് 2 ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. എഫ് ഓഫ് 2 ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ. ബി, കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണോ നോക്കാം. എഫ് ഓഫ് 2 ഡിഫൈൻഡ് അല്ലെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടിന്യൂറ്റിയുടെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഫെയിലായി. എന്താണ്? എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. റീസൺ എന്താ? റീസൺ എന്താണ്? റീസൺ ഇത് മാത്രം പറഞ്ഞാൽ മതി. എഫ് ഓഫ് 2 ഈസ് നോട്ട് ഡിഫൈൻഡ്. എഫ് ഓഫ് 2 ഈസ് നോട്ട് ഡിഫൈൻഡ്. എഫ് ഓഫ് 2 ഡിഫൈൻഡ് അല്ലെങ്കിൽ 2-ലെ കണ്ടിന്യൂറ്റി നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കണ്ടിന്യൂറ്റിയുടെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അതാണ്. ശരിയാണല്ലോ? ഏത് പോയിന്റിലാണോ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യേണ്ടത്, ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ആ പോയിന്റിൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂറ്റി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതേ ചോദ്യം, അതേ ഗ്രാഫ്, അതേ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ചോദ്യങ്ങൾ മാറുന്നു. അറ്റ് വാട്ട് വാല്യൂ ഓഫ് എക്സ് എഫ് ഈസ് കണ്ടിന്യൂസ്. ഏതൊക്കെ വാല്യൂവിലാണ് കണ്ടിന്യൂസ് ആവുന്നതെന്നാണ് ചോദ്യം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, നോക്കാം. എക്സിൻ്റെ ഏത് വാല്യൂവിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്? അപ്പോൾ എല്ലാ വാല്യൂ നിരത്തി പിടിച്ച് എഴുതണ്ട, ഇൻ്റർവെല്ലിൻ്റെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. -1 ഇൻക്ലൂഡിങ് ആണ്. -1-ൽ കണ്ടിന്യൂസ് ആണ്. അത് അടുത്ത സ്പ്ലിറ്റ് വരുന്നത് 0-ലാണ് അല്ലേ? 0 എക്സ്ക്ലൂഡിങ് ആണ്. 0-ൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ല, ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക. യൂണിയൻ. പിന്നെ 0 ഇൻക്ലൂഡിങ് അല്ല. 0 മുതൽ 1-ലേക്ക് വരികയാണെങ്കിൽ 1-ൽ കണ്ടിന്യൂസ് അല്ല. 1-ൽ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. ശരിയാണല്ലോ? അപ്പോൾ 1 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആവുന്ന ആണ് നമ്മൾ നോക്കേണ്ടത്. 1-ലെ കണ്ടിന്യൂറ്റി ഓൾറെഡി ചെക്ക് ചെയ്തതാണ് നമ്മൾ അല്ലേ? 1-ൽ കണ്ടിന്യൂസ് അല്ലല്ലോ. അപ്പോൾ 1 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. യൂണിയൻ. പിന്നെ 1 മുതൽ 2 വരെ 2ഉം ഇൻക്ലൂഡിങ് അല്ല, 2-ൽ ഡിഫൈൻ ചെയ്തിട്ടില്ല ഫംഗ്ഷൻ. പിന്നെ യൂണിയൻ. ഇൻക്ലൂഡിങ് അല്ലെങ്കിൽ എല്ലാം ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരിക. പിന്നെ 2 മുതൽ 3 വരെ. അവിടെ 3ഉം ഇൻക്ലൂഡിങ് അല്ല, 2ഉം ഇൻക്ലൂഡിങ് അല്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി. ഇൻ്റർവെല്ലിൻ്റെ ലാംഗ്വേജിൽ എഴുതുന്നതാണ് ബെറ്റർ. ഇതാണ് വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ബാക്കി വരുന്ന വാല്യൂസിൽ നിന്നെല്ലാം ഇത് മൈനസ് ചെയ്യുന്ന രീതിയിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ മതിയാവും. ബി പാർട്ട് നോക്കാം. വാട്ട് വാല്യൂ ഷുഡ് ബി അസൈൻഡ് ടു എഫ് ഓഫ് 2 ടു മേക്ക് ദ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. അതായത് എക്സ് ഈക്വൽ ടു 2-ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഓഫ് 2 നമ്മൾ ഏത് വാല്യൂ കൊടുത്താലാണ് കണ്ടിന്യൂസ് ആവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് എഫ് ഓഫ് 2 ഏത് വാല്യൂ കൊടുത്താൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും. അപ്പോൾ നമ്മൾ എന്ത് നോക്കുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന വാല്യൂ തന്നെ എഫ് ഓഫ് 2-ന് കൊടുത്താലേ അത് എന്താവുള്ളൂ? കണ്ടിന്യൂസ് ആവുള്ളൂ. ശരിയല്ലേ? കാരണം കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ അതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ ആവുമ്പോഴാണ് കണ്ടിന്യൂസ് ആവുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് നമ്മൾ ചെയ്യുന്നു. ആ കിട്ടുന്ന ഉത്തരം തന്നെ എഫ് ഓഫ് 2-ന് വന്നാൽ അതെന്താണെന്ന് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ രണ്ടായിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. 2 മൈനസും 2 പ്ലസും നോക്കേണ്ടി വരും. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എക്സിൻ്റെ വാല്യൂ 2-നേക്കാൾ കുറയുമ്പോൾ ഗ്രാഫിൽ നിന്ന് തന്നെ എടുക്കാമല്ലോ. ഗ്രാഫിൽ നിന്ന് എടുക്കാം. 2-നേക്കാൾ കുറയുമ്പോൾ -2x+4 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. എക്സ് ലെസ് ദാൻ 2. ഞാൻ ഡെഫിനിഷനിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. -2x+4. ഓക്കെ, എക്സിന് 2 കൊടുക്കുമ്പോൾ എന്താണ് വരിക? -2 × 2 + 4 എന്ന് വരും. ശരിയല്ലേ? സോ -4 + 4 വരും. ആൻസർ വിൽ ബിക്കം 0. എഫ് ഓഫ് 2 മൈനസ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ് വരിക? 0 ആണ് ആൻസർ വരിക. ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 + f of x. So this is equal to limit x tends to 2 plus എക്സിൻ്റെ വാല്യൂ 2-നേക്കാൾ കൂടുമ്പോൾ, അപ്പോൾ ഇവിടെ നിങ്ങോട്ട് വരുന്ന രീതിയിൽ ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2, അതായത് 2 ലെസ് ദാൻ എക്സ് തന്നെയാണല്ലോ. 2 ലെസ് ദാൻ എക്സ് തിരിച്ചിട്ടാൽ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയി. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് 0 ആണ്. 0 ആണ് ആൻസർ വരിക. 0ൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. രണ്ടും സെയിം ആണ്. രണ്ട് സെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 - f of എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു
2 പ്ലസ് എഫ് ഓഫ് എക്സും സെയിം ആണെങ്കിൽ ആ സെയിം ആയ വാല്യൂ തന്നെയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ആ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് തന്നെ എഫ് ഓഫ് 2 ആയാൽ മാത്രമേ 2 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവത്തുള്ളൂ. ശരിയല്ലേ? ദെർഫോർ എഫ് ഓഫ് 2ന് ഏത് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക? എഫ് ഓഫ് 2 മസ്റ്റ് ബി 0 എന്ന് എഴുതാം. മസ്റ്റ് ബി 0. എഫ് ഓഫ് 2 മസ്റ്റ് ബി 0 ഫോർ എഫ് ഓഫ് എക്സ് ഷുഡ് ബി കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണം, 2ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താവണം? 0 ആവണം. ക്ലിയർ ആണല്ലോ? യെസ്, ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി സി പാർട്ട് നോക്കിയോളൂ. ടു വാട്ട് വാല്യൂ ഷുഡ് ബി എഫ് ഓഫ് 1 ബി ചേഞ്ച്ഡ് ടു റിമൂവ് ദ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ 1ലെ കണ്ടിന്യൂറ്റി നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എവിടെ 2 അല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ശരിയല്ലേ? അത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1ഉം 2 തന്നെ വന്നാലേ അത് എന്താവത്തുള്ളൂ? കണ്ടിന്യൂസ് ആവത്തുള്ളൂ. ശരിയല്ലേ? ടു വാട്ട് ന്യൂ വാല്യൂ, നിലവിൽ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് വെച്ച് കണ്ടിന്യൂസ് ആവുന്നില്ല. ന്യൂ വാല്യൂ, ഏത് ന്യൂ വാല്യൂ കൊടുക്കുമ്പോഴാണ് കണ്ടിന്യൂസ് ആവുക? ടു വാട്ട് ന്യൂ വാല്യൂ ഷുഡ് എഫ് ഓഫ് 1 ബി ചേഞ്ച്ഡ് ടു റിമൂവ് ദ ഡിസ്കണ്ടിന്യൂറ്റി. ഈ പറയുന്ന ഡിസ്കണ്ടിന്യൂറ്റി റിമൂവ് ചെയ്യണമെങ്കിൽ എഫ് ഓഫ് 1ഉം എന്ത് തന്നെ ആയേ പറ്റുള്ളൂ? 2 തന്നെ ആയേ പറ്റുള്ളൂ അല്ലേ? സോ ആ ചേഞ്ച്ഡ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ട വാല്യൂ എന്താണ്? 2 ആവണം. എഫ് ഓഫ് 1 മസ്റ്റ് ബി 2 ടു റിമൂവ് എന്താണ്? ഡിസ്കണ്ടിന്യൂറ്റി. ടു റിമൂവ് ഡിസ്കണ്ടിന്യൂറ്റി റിമൂവ് ചെയ്യണമെങ്കിൽ ആ വാല്യൂ എന്തായിരിക്കണം? 2 തന്നെ ആയിരിക്കണം. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂവിങ് ഓൺ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0, 1 ഇഫ് എക്സ് ഈക്വൽ ടു 0, ലോഗ് എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അറ്റ് എക്സ് ഈക്വൽ ടു 0. ഫസ്റ്റ് പോയിന്റ് എന്താണ്? 0യിലാണ് ചെക്ക് ചെയ്യേണ്ടത്. എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആയിരിക്കണം. എക്സ് ഈക്വൽ ടു 0യിൽ ആൻസർ ഉണ്ടല്ലോ, 1 ഉണ്ട് അല്ലേ? ദർഫോർ എഫ് ഓഫ് 0 ഈസ് ഡിഫൈൻഡ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? 0യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവണം. അപ്പം സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ടായിട്ട് ചെയ്യണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 0, കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 1, എനി നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഏതൊരു നമ്പറിൻ്റെ പവറിൽ 0 കൊടുത്താലും ഉത്തരം 1 ആണ്. സോ ഇതാണ് എൽ എച്ച് എൽ. ആർ എച്ച് എൽ നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ കൂടുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0, കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? ലോഗ് ഓഫ് എക്സ് പ്ലസ് 1. എക്സിന് 0 കൊടുക്കുമ്പോൾ ലോഗ് ഓഫ് 0 പ്ലസ് 1. ആൻസർ എന്താണ് വരിക? ലോഗ് 1 ആണ് വരിക. ലോഗ് 1 എന്താണ്? 0. അതൊക്കെ പഠിച്ചു വെക്കണേ. ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്. ലോഗ് ഇ എന്ന് പറയുന്നത് 1 ആണ്. ലോഗ് 0 നോട്ട് ഡിഫൈൻഡ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, യെസ്. സെയിം ആയിട്ട് വരുന്നുണ്ടോ? സെയിം ആവുന്നില്ല. ശരിയല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സും സെയിം അല്ല. ദർഫോർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല എന്ന് പറയാം? കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാം അല്ലേ? ലിമിറ്റ് ഡസിൻ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് ഡസിൻ്റ് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഫെയിലായി. ഇപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോകേണ്ട. രണ്ടാമത്തെ കണ്ടീഷൻ തന്നെ ഫെയിലായി. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടിന്യൂറ്റിയിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. കണ്ടിന്യൂറ്റിയുടെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ സി.